ബുർദ എന്ന ബൂസീരി എന്നറിയപ്പെടുന്ന ഒരാൾ എഴുതിയിട്ടുള്ള നബിയെ സംബന്ധിച്ച ഒരു സ്തുതി ഗീതമാണ്. ഇത് നബിദിനത്തിന് പ്രത്യേകതും ബുർദ ബെയ്ത്ത് ആ ബൂസീരിയുടെ ബെയ്ത്ത്. അതിലുള്ള ഒറ്റ വരി മാത്രം ഞാൻ വായിക്കാം. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. നബിയെ, നിങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവും അതിന്റെ ലറത്തും. ലറ എന്ന് പറഞ്ഞാൽ അറബിയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുക രണ്ടാം ഭാര്യ, അല്ലെങ്കിൽ ചക്കളത്തി അല്ലെ, ചക്കളത്തിപ്പൂരിന് ചക്കളത്തി കൂടുള്ള ഒരാളുടെ മറ്റു ഭാര്യക്കാണ്. അപ്പൊ ഇവിടെ ലറ എന്ന് പറഞ്ഞാൽ ജൂദിക ദുനിയാ വലറതഹ, ദുനിയാവും പിന്നെ അതിന്റെ ലറത്ത് എന്നാൽ പരലോകവും നബിയെ നിങ്ങളുടെ ഔദാര്യമാകും. ഔദാര്യത്തിൽപ്പെട്ടതാണ്. ഔദാര്യം വേറെയും കുറെ ഉണ്ട്, അതിൽ പെട്ട രണ്ടെണ്ണമാണ് ഈ പ്രവൃത്തി. അപ്പൊ ദുനിയാവും പരലോകവും രണ്ടും ആരതാ? നബിന്റെ ഔദാര്യമാണ്, നബിന്റെ ജൂതാണ്. പിന്നെ വമിൻ ഉലൂമിക, നിങ്ങളുടെ നബിയെ നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദ്, അള്ളാഹുവിന്റെ ആകാശലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ ഫലകം, അതിലുള്ള കാര്യങ്ങൾ. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ്, പേനയുടെ, അതായത് അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, പേനയോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. എന്തെഴുതണമെന്ന് ചോദിച്ചു പേന, അള്ളാഹു മറുപടി പറഞ്ഞു ഖിയാമത്ത് നാൾ വരെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പൊ അത് അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ച് പേന അത് മുഴുവൻ രേഖപ്പെടുത്തി എന്നാണ് സൂറത്തുൽ ഖലം വൽ നൂൻ വൽ ഖലം. അപ്പൊ ആ പേന ഈ കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തി. എന്നാ ഇവിടെ എന്താ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട എന്തെല്ലാം ഇൽമുണ്ടോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേന അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് എഴുതി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മിൻ ഉലൂമിക, നബിയെ നിങ്ങളുടെ അറിവിൽപ്പെട്ടതാകും. നബിക്ക് അറിയാത്ത ഒരു കാര്യവും ഈ ലോകത്തും ആകാശലോകത്തും ഇല്ല. ദുനിയാവും ആഖിറവും നബിയുടേതാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ഷർഹുണ്ട്, അൽ ഖൗലുൽ മുഫീദ് അലാ കിതാബി തൗഹീദ് എന്ന് പറയുന്ന 2 വാള്യത്തിലുള്ള ഷർഹ്. ആ ഷർഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നിടക്ക് ഈ പദ്യം കൊടുത്തിട്ട് വിശദീകരിച്ചൊരു കാര്യം ഞാനവിടെ വായിക്കാം. ഇബ്നു റജബ് വഗൈറുഹു, ഇബ്നു റജബും ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി പണ്ഡിതനാണ്. അദ്ദേഹവും അതുപോലെയുള്ള വേറെയും പല ആളുകൾ പറഞ്ഞ ഒരു കാര്യം, ഇന്നഹു ലം യത്റുക് ലില്ലാഹി ശൈഅൻ മാ ദാമത്തി ദുനിയ വൽ ആഖിറ മിൻ ജൂദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവും ആഖിറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യത്തിൽ പെട്ടതാക്കിയ കാലമത്രയും കാലത്തോളം അള്ളാഹുവിന് ഒന്നും ഇയാൾ വിട്ടിട്ടില്ല. ആര്? ഈ കവിത പാടിയ ബൂസീരി പറഞ്ഞ എന്താ? ദുനിയാവും ആഖിറവും നബിയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പാടി ആ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന് ഇനി ഒന്നും ഇവിടെ ബാക്കിയാക്കി വെച്ചിട്ടില്ല. അള്ളാഹ്ക്കൊന്നുമില്ല, ഒക്കെ നബിയുടേതാണ്. കാരണം ദുനിയാവും പോയി ആഖിറവും പോയി, പിന്നെ അള്ളാഹ് എന്തള്ളു. വനശ്ഹദു അന്ന മൻ യഖൂലു ഹാദാ മാ ശഹിദ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹ്. നമ്മളിത് അവിടെ ഉറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഇങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മുഴുവൻ ഇത് പാടുന്നവരും കേൾക്കുന്നവരും സദസ്സിൽ പങ്കെടുക്കുന്നവരും അതിന് പൈസ കൊടുക്കുന്നവരും അതിന്റെ പോരിശ മനസ്സിലാക്കി അത് ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരും ചെയ്യുന്നവരൊക്കെയാണ്. ഈ പറയുന്ന ഒരു വരിയാണ്. ബുർദബൈത്തിൽ വേറെയും കുറെ ഉണ്ട്. ഈ ഒരൊറ്റ വരി തന്നെ ആരെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്നവൻ സാക്ഷ്യം വഹിച്ചിട്ട്, റസൂൽ പിന്നല്ലേ, അള്ളാഹുവിന്റെ അടിമയും റസൂലുമാകുന്നു മുഹമ്മദ് നബി എന്നാണുള്ള സാക്ഷ്യം. അപ്പോ മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഇത് ചൊല്ലിയവൻ സാക്ഷ്യം വഹിച്ചിട്ടില്ല. ബൽ ഷഹിദ അന്ന മുഹമ്മദൻ ഫൗഖല്ലാഹ്. മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയ അല്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മീതെയാണ് മുഹമ്മദ് നബി എന്നാണ് ഇത് ചൊല്ലുന്നവൻ സാക്ഷ്യം വഹിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ മീതെ കൊണ്ടുപോയി വെച്ചു. കാരണം അതൊക്കെ റുബൂബിയത്ത്, ദുനിയാവ് എന്ന് പറയുന്നത് റുബൂബിയത്ത്പ്പെട്ട കാര്യമാണല്ലോ, പരലോകം തന്നെ. അപ്പൊ ഇതൊക്കെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നബിക്ക് കൊടുത്തു. അപ്പൊ നബിയെ അള്ളാഹുവിനേക്കാൾ മേലെയായി. കൈഫ യസിലു ബിഹിമുൽ ഗുലുവ്വു ഇലാ ഹാദൽ ഹജ്ജ്. ഈ ഒരു പരിധി വരെ ഇവരിൽ ഈ ഗുലുവ്വ്, അതിരുകവിയൽ അവരെ കൊണ്ട് എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജൂതക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത ഗുലുവ്വാണ്, അതിരുകവിയലാണ് ശിർക്കിന്റെ കാര്യത്തിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടോ അദ്ദേഹം പറയാൻ, ഈ ഖുബൂരികളായ സൂഫികളായ സമസ്തക്കാരെ പോലെയുള്ള ആളുകൾ മോമനബിയുടെ കാര്യത്തിൽ ഉണ്ടായ ഈ ഗുലുവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഗുലുവിനേക്കാളും അപ്പുറത്താണ്. ഗുലുവ് എന്ന് പറഞ്ഞാൽ പരിധി കവിയെന്നാണ്, അതിന് വിട്ട് കിടക്കുക, അപ്പുറം പോവുക. എന്താ ക്രിസ്ത്യാനികളെക്കാൾ വലിയ ഗുലുവ്, ശിർക്ക്, കുഫ്ർ ഇത് ചൊല്ലുന്ന, ബുർദ ചൊല്ലുന്ന, ബൂസീരിയുടെ ബെയ്ത്ത് ചെല്ലുന്നവൻ ഉണ്ട് എന്ന് പറയാൻ കാരണം, ക്രിസ്ത്യാനി
ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ്. അള്ളാഹുവിൽ 3 ഭാഗങ്ങളുണ്ട്, ആ 3-ൽ ഒരു ഭാഗമാണ് ഈസാ നബി എന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത്. അപ്പൊ എന്താ, അള്ളാഹ് അവിടെ ഉണ്ട്, അള്ളാഹിനെ പൂർണ്ണമായി മായച്ചു കളഞ്ഞിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ 3 ആളാണ്. ഒന്ന് അള്ളാഹു തന്നെ, പിന്നൊന്ന് ജിബ്രീൽ പരിശുദ്ധാത്മാവ്, പിന്നൊന്ന് അള്ളാഹുവിന്റെ പുത്രനായി അവർ വിശ്വസിക്കുന്ന ഈസാ നബി. അപ്പോ ഒരു ഭാഗേ ഈസാ നബിക്ക് കൊടുത്തിട്ടുള്ളൂ. 3-ൽ 1 ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട്. എന്നാൽ ഖുറാഫികൾ, സമസ്തക്കാരൻ, സൂഫികൾ അള്ളാഹിനെ തന്നെ പുറത്താക്കി. അള്ളാഹുവിന്റെ മീതെ ആരെ കൊണ്ടുപോയി വെച്ചു? നബിയെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ക്രിസ്ത്യാനികളുടെ 3 ഇരട്ടി, 2 ഇരട്ടി, അല്ലെങ്കിൽ പറയുമ്പോ 3 ഇരട്ടി എന്നല്ല പറയാ, 3 ഇരട്ടി ഉലുവ് ആർക്കുണ്ട്? സമസ്തക്കാരനുണ്ട്. എന്നിട്ട് ശേഖ് പറയാണ്, ഈ ആളുകൾ പറയുന്നു, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ഈസാ നബി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ 3-ൽ ഒരു ഭാഗമാണ്, ഇലാഹിന്റെ 3-ൽ ഒരു ഭാഗം. എന്നാൽ ഈ കുബൂരികൾ പറയുന്നത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് നബിന്റെ ഒരു ഹദീസ്, എന്താണ്? എന്നെ മൻ ദക്കറനീ ഫീ മലഇൻ, ഒരു കൂട്ടം ആളുകളിൽ വെച്ച് എന്നെ ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ, ഈ ആരുടെ കൂട്ടത്തിൽ വെച്ചാണോ പറഞ്ഞത് അവരെക്കാൾ ശ്രേഷ്ഠരായ, അതായത് മലക്കുകളെടുക്കൽ വെച്ച് അള്ളാഹുവിനെ ഓർത്തവനെ അള്ളാഹു അവിടെ വെച്ച് പറയും, പ്രസ്താവിക്കും. വാന മാ അബ്ദി ഇദാ ദക്കറനി, എന്റെ അടിമ എന്നെ ഓർത്താൽ ഞാൻ ആ അടിമയുടെ കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മളെ കൂടെ നടക്കുന്നല്ല, അവന്റെ കൂടെ എന്റെ പ്രത്യേകമായ കാഴ്ച, കേൾവി, അറിവ്, പരിഗണന ഒക്കെ ഉണ്ടാവും. എന്നാൽ കുബൂരികൾ ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ അതിന്റെയും അപ്പുറത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ഓർത്താൽ നബി നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളെന്താ പറയണത്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ അള്ളാഹു ആ ഓർത്തവനെ കുറിച്ച് മലക്ക് അടുക്കൽ വെച്ച് പറയും, ഇന്ന മനുഷ്യൻ എന്നെ സ്മരിച്ചിരിക്കുന്നു, എന്നെ ഓർത്തിരിക്കുന്നു, എനിക്ക് ദിക്റിയിലിരിക്കുന്നു, എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അവന്റെ കൂടെ ഞാനുണ്ടാവും. അതിനപ്പുറത്തേക്ക് സൂഫികൾ പോയി എന്ത് ചെയ്തു? നബിയെ ഓർത്താൽ നബി നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആരെ കൊണ്ടുപോയി വെച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി വെച്ചു. ഇതുകൊണ്ടാണ് നബിദിനത്തിന്റെ ലൈലത്തുൽ മൗലിദ് ഓതുന്ന ദിവസം ഈ ബൂസീരിയുടെ ഈ കെട്ടുകഥ വായിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖാമു ജമീഅൻ ഖിയാമ റജുലിൻ വാഹിദ്, ഒരു 100 ആളുണ്ടെങ്കിൽ 100 ആളും കൂടി ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക്, അതിലെ വ്യത്യാസമല്ല, ഒരേ വേഗതയിൽ ഒറ്റ സ്റ്റെപ്പിൽ ആ സദസ്സിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഇവരുടെ വിശ്വാസം നബിയുടെ പേര് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ ഹാജരാകും. ബുർദ ചെല്ലുന്ന സദസ്സിൽ നബി ഹാജരാകും. അപ്പോ ഈ സദസ്സിൽ ഹാജരാകുന്ന നബിയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഈ ബുർദ ബൈത്ത് ഖസീദത്തുൽ ബൂസീരി ചെല്ലുന്ന ആളുകൾ എഴുന്നേൽക്ക് നിൽക്കുന്നത്, നബിയെ ബഹുമാനിച്ചുകൊണ്ട്. അപ്പൊ എന്താ? ബുർദ ബൈത്ത് പാടുമ്പോ നബി സദസ്സിൽ ഹാജരാകുമ്പോ നബിയെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. എന്നൊരു ശൈഖ് ചോദിക്കാൻ, ഈ ആളുകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചവർ, ഇവരെക്കാളും നമ്മെക്കാളും നബിയെ ബഹുമാനിച്ചവരാണ് സഹാബത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കടുക്കലേക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് സംസാരിച്ചുകൊണ്ട് കടന്നു വന്നാൽ ലാ യഖൂമൂന ലഹു, ജീവനുള്ള നബി കടന്നു വരുമ്പോ നബിക്ക് വേണ്ടി സഹാബത്ത് ആരും എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. ജീവനുള്ള നബി വരുമ്പോ, ഇത് മരിച്ചുപോയ നബി വരുന്നു എന്ന് ധരിച്ചിട്ടാണ് അവർ ഈ ബുർദ ബൈത്ത് ചെല്ലുന്ന സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒന്നുകിൽ അവർക്ക് അങ്ങനെ നബി ഹാജരാകും എന്നവർ ഭാവിക്കുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു രൂപം, അവർ വാദിക്കുന്നതനുസരിച്ച് എന്തോ ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോ ശൈത്താൻ കൊണ്ടേ കാണിച്ചുടയുന്നില്ല, എന്തോ ഒരു കോലം, ഒരു ശബഹ് എന്ന് പറഞ്ഞാൽ ഒരു ആൾ രൂപം, അതാ നബി വന്നു എന്നൊക്കെ അവർ പറയുകയും, അല്ലെങ്കിൽ ഒരു രൂപം അവരുടെ വാദമനുസരിച്ച്, എന്നിട്ട് ആ നബി ഹാജരായതിനെ ബഹുമാനിക്കാൻ വേണ്ടി അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. വൻദുർ കൈഫ ബലഗത് ബിഹിം ഉഖൂലുഹും ഇലാ ഹാദൽ ഹജ്ജ്, ഇവരുടെ ബുദ്ധി, ഈ ചിന്ത അവരെ ഏതറ്റത്തെത്തിച്ചിരിക്കുന്നു എന്ന് നീ നോക്കുക. എന്നിട്ട് വീണ്ടും പറയാൻ, ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന, ബുർദ ബൈത്ത് ചെല്ലുന്ന, നബി ഹാജരാകുമെന്ന് വിശ്വസിക്കുന്ന, ഹാജരാകുന്ന നബിയെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ഖുബൂരികൾ, സൂഫികൾ, സമസ്തക്കാർ, അവർ മാ ശഹിദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു, നേരത്തെ പറഞ്ഞ എന്താ? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ്. ഇവിടെ പറയുന്നതോ മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്നിവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഈ ബൈത്ത് ചെല്ലുന്നവന്റെ വിശ്വാസമില്ല. അവൻ ചെല്ലിയാലും അവൻ തന്നെ പൊളിച്ചു കളഞ്ഞു, അവന്റെ സാക്ഷ്യം നിലനിൽക്കുന്നില്ല. വഹാഉലാഇൽ മുഖർരിഫൂന മസാകീൻ, ഈ കെട്ടുകഥകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ ആളുകൾ സാധുക്കളാണ്.
ഇദാ നളർനാ ഇലൈഹിം ബിഐനിൽ ഖദരി ഫനരിഖു ലഹും വനസ്അലുല്ലാഹ ലഹുമുസ് സലാമത വൽ ആഫിയ. നമ്മളൊരു ബഹുമാനത്തിന്റെ നിലക്ക് ഒരു കണ്ണുകൊണ്ട് അവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവർ ഇത്ര പൊട്ടന്മാരായി പോയല്ലോ, സാധുക്കളായി പോയല്ലോ, ഇവരിങ്ങനത്തെ ഒരു അവസ്ഥയെ പെട്ടുപോയല്ലോ എന്ന് നമുക്ക് അവർക്ക് രക്ഷയുണ്ടാകട്ടെ, ആഫിയത്തുണ്ടാകട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. എന്നാൽ മതത്തിന്റെ കണ്ണുകൊണ്ട് നമ്മൾ ഈ ആളുകളെ കുറിച്ച് നോക്കിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫഇന്നമാ യജിബു അൻ നുനാബിദഹും ബിൽ ഹുജ്ജ. പ്രമാണം കൊണ്ട് അവരെ നേരിടുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാകുന്നു. ആരുടെ? തൗഹീദുള്ളവന്റെ ബാധ്യതയാണ്. ഈ ബൈത്ത് ചൊല്ലി ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഖുറാഫിയോട്, ഇവിടെ ഉപയോഗിച്ച വാക്കതാണ് ഖറഫ എന്ന് പറഞ്ഞാൽ ഖുറാഫാത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, ഈ ഖുറാഫികളോട് തെളിവുദ്ധരിച്ചുകൊണ്ട് തർക്കിക്കാൻ നമ്മുടെ ബാധ്യതയാകുന്നു. ഹത്താ യഊദു ഇല സിറാത്തിൽ മുസ്തഖീം. ഇപ്പോൾ സിറാത്ത് മുസ്തഖീമിലല്ല, ചൊവ്വായ പാതയിലല്ല, ശൈത്താന്റെ പാതയിലാണ്. സിറാത്ത് മുസ്തഖീമിലേക്ക് അവർ തിരിച്ചു വരുന്നത് വരെ അവരോട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അവരോട് നേരിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, ഇവരിപ്പോ അള്ളാഹുവിന്റെ മേലെ കൊണ്ടുപോയി വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും നബിയെക്കുറിച്ച് പറയാൻ വേണ്ടി നബി കൽപ്പിച്ചതും നബിയെക്കുറിച്ച് പറയുന്നതിൽ നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എന്താണ്? അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ എന്ന് നബിയെക്കുറിച്ച് പറയലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും ശക്തമായ നിലക്ക് ഉബൂദിയ്യത്ത്, അടിമത്വം സമർപ്പിച്ച ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെട്ടവനും ഏറ്റവും സൂക്ഷ്മത തഖ്വ പുലർത്തിയവനുമാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്രത്തോളം? കാലിൽ നീരുകെട്ടുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുണ്ടായിരുന്നു രാത്രി. അതിനെക്കുറിച്ച് ചോദിച്ചാൽ നബി പറയുന്ന മറുപടി, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ എന്നാണ് നബി ചോദിച്ചിരുന്നത്. കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട നബിയാണ് ഇങ്ങനെ നമസ്കരിച്ചത്. ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തായ അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് ഷെയ്ഖിന്റെ വാചകം. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉത്തൈമീൻ പറഞ്ഞതനുസരിച്ച് ഈ ബുർദ ബൈത്ത് ചെല്ലുകയും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ, അവൻ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ അടിമയായോ പ്രവാചകനായോ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ രണ്ട് സാക്ഷ്യവചനങ്ങളിൽ